ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ വറാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ അദബിലെ 21-ാമത്തെ അധ്യായം ബാബു വളഇസ് സ്വബിയ്യി ഫിൽ ഹിജ്ർ, ചെറിയ കുട്ടികളെ മടിയിൽ വെക്കുക എന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. 6002 നമ്പറായിട്ട് ഈ അധ്യായത്തിൽ ഒരു ഹദീസാണ് ഇമാം ബുഖാരി റഹിമഹുല്ല കൊടുക്കുന്നത്. അതിപ്രകാരമാണ്: അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളഅ സ്വബിയ്യൻ ഫീ ഹജ്രിഹി യുഹന്നികുഹു ഫബാല അലൈഹി ഫദഅ ബിമാഇൻ ഫഅത്ബഅഹു. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നു, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളഅ സ്വബിയ്യൻ, റസൂലുള്ളാഹി ഒരു കുട്ടിയെ വെച്ചു, ഫീ ഹജ്രിഹി, ഹജ്ർ എന്നും ഹിജ്ർ എന്നും പറയും. മടിത്തട്ടിന് ഹജ്ർ എന്നും ഹിജ്ർ എന്ന് പറയും. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഉംദത്തുൽ കാരിയിൽ കാണാം ബിഫത്ഹിൽ ഹാഇ വകസ്രിഹാ, അതായത് ഹാഇന് ഫത്ഹും അതുപോലെ തന്നെ കസ്റും പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഫി ഹജ്രിഹി എന്നും ഫി ഹിജ്രിഹി എന്നും പറയാവുന്നതേ ഉള്ളൂ. യുഹന്നികുഹു, അങ്ങനെ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഈ കുട്ടിയെ തൻ്റെ മടിയിൽ വെച്ചിട്ട് യുഹന്നികുഹു, തഹ്നീക്ക് എന്ന് പറയും. അതായത് ചെറിയ കുട്ടികൾ, നവജാത ശിശുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ 1-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, പേരിടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മധുരം കൊടുക്കും. അപ്പം അതെങ്ങനെയാണ്? ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കുട്ടിയെ കൊണ്ടുവരും. കുട്ടിയെ കൊണ്ടുവന്ന റസൂലുള്ളാഹി ഒരു കാരൊക്കെ എടുത്ത് ചവക്കും. റസൂലുള്ളാഹിൻ്റെ വായിലിട്ട് ചവച്ചിട്ട് അതിൻ്റെ ഒരു നീരെടുത്ത് അല്പം ആ കുട്ടിയുടെ വായിലേക്ക് വെക്കും. അതിനാണ് തഹ്നീക്ക് എന്ന് പറയുക. അങ്ങനെ റസൂലുള്ളാഹി കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യും, ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടും, ആ കുട്ടിയുടെ നന്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഇതാണ്. അങ്ങനെ റസൂലുള്ളാഹി തൻ്റെ മടിയിൽ കുട്ടിയെ വെച്ചു, തഹ്നീക്ക് ചെയ്തു, അഥവാ തൻ്റെ വായിൽ കാരൊക്കെ കടിച്ച് അതിൻ്റെ ഒരൽപ്പം നീരെടുത്തിട്ട് അതിൻ്റെ ആ മധുരം എടുത്തിട്ട് കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. ഫബാല അലൈഹി, അപ്പോൾ ആ കുട്ടി മൂത്രമൊഴിച്ചു. റസൂലുള്ളാഹിൻ്റെ മടിയിലാണ് മൂത്രമൊഴിക്കണത്. റസൂലുള്ളാഹി എന്ന് പറയുന്ന ലോകത്തിൻ്റെ നേതാവ്, ആ റസൂലുള്ളാഹിയുടെ മടിയിലാണ് ഒരു കുട്ടി മൂത്രമൊഴിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഫദഅ ബിമാഇൻ, വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫഅത്ബഅഹു, അവിടെ വെള്ളം തുടർത്തി എന്ന് പറഞ്ഞാൽ വെള്ളം അവിടെ ഒഴിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഹദീസിലുള്ള ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മാതൃക, ഈ കുട്ടികളോടൊക്കെ കാരുണ്യം കാണിക്കുക, അവരോട് സ്നേഹം കാണിക്കുക എന്നുള്ളതാണ്. ഒട്ടേറെ സംഭവങ്ങൾ നമുക്കറിയാം. റസൂലുള്ളാഹി നമസ്കാരത്തിൽ പോലും അവിടുത്തെ പേരമക്കളെയൊക്കെ എടുക്കുകയും ചുമലിൽ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഈ കുട്ടി മൂത്രമൊഴിച്ചപ്പോൾ റസൂലുള്ളാഹി വളരെ ഒരു പ്രയാസമില്ലാത്ത വിധത്തിൽ റസൂലുള്ളാഹി എന്ത് ചെയ്തു? അവിടെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അവിടെ വെള്ളം തെളിക്കാൻ ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത അധ്യായത്തിൽ പറയുന്നതും ഇതേ വിഷയമാണതും ശ്രദ്ധിക്കേണ്ടതാണ്. ബാബു വളഇസ് സ്വബിയ്യി അലൽ ഫഖദ്, തുടയിൽ കുട്ടിയെ വെക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തുടയിൽ കുട്ടിയെ വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഹദീസ് ഈ അധ്യായത്തിൽ 6003 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനം, ഒറ്റ ഹദീസാണ് കൊടുക്കുന്നത്. അത് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ സയ്ദ് റളിയല്ലാഹുവിൻ്റെ പുത്രൻ ഉസാമ റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖുദുനി, റസൂലുള്ളാഹി എൻ്റെ എടുക്കും ചെറിയ കുട്ടിയായപ്പോഴേ, ഫയുഖഇദുനി അലാ ഫഖദിഹി, റസൂലുള്ളാഹിൻ്റെ ഒരു തുടയിൽ എന്നെ വെക്കും. വയുഖഇദുൽ ഹസൻ അലാ ഫഖദിഹിൽ ഉഖ്റാ, മറ്റേ തുടയിൽ ഹസൻ എന്ന് പറയുന്ന പ്രവാചകന്റെ മകളുടെ മകൻ, പേരമകനെ വെക്കും. സുമ്മ യലുമ്മുഹുമാ, പിന്നീട് ആ 2 കുഞ്ഞുങ്ങളെയും റസൂലുള്ളാഹി തന്നിലേക്ക് ചേർത്ത് പിടിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് ദുആ ചെയ്യും, എന്ത്? അല്ലാഹുമ്മർഹംഹുമാ ഫഇന്നി അർഹമുഹുമാ, അല്ലാഹുവേ ഈ 2 മക്കളോടും കാരുണ്യം ചെയ്യണമേ, ഞാൻ അവരോട് കാരുണ്യത്തോടുകൂടെ നിലകൊള്ളുന്നു എന്നാണ്.
അപ്പോൾ റസൂലുള്ള കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ, അവരോട് കാണിക്കുന്ന ആ കാരുണ്യത്തിൻ്റെ, അവരോട് കാണിക്കുന്ന വാത്സല്യത്തിൻ്റെ മാതൃകകളാണ് ഈ 2 അധ്യായങ്ങളിലുള്ളത്. കുഞ്ഞുങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.